ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഷോപ്പിങ്ങിനാണ്. ഒരു ചിന്ന ഷോപ്പിംഗ്, ഐക്കിയ ബാംഗ്ലൂർ. ലെറ്റ്സ് ഗോ. കാറിൽ കയറി ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നേരെ ഐക്കിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ അറിയാലോ, നല്ല ട്രാഫിക് ഉണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡില്. ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ മെട്രോ പണി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ട്രാഫിക് കുറച്ച് കൂടുതലാണ്. നല്ല പൊടിയുണ്ട്. വിക്ടോറിയസ് അല്ലേ പോകുന്നത്? ആ കളർ കൊള്ളാല്ലേ, നീല കളർ. അങ്ങനെ ആ ട്രാഫിക് കഴിഞ്ഞ് നമ്മള് അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള ട്രാഫിക്കിലൂടെ കടന്നു ഫ്രണ്ടിലേക്ക് നമ്മൾ. അല്ല, ബാംഗ്ലൂർ പണ്ടത്തെ ബാംഗ്ലൂർ അല്ല, കുറെയൊക്കെ മാറി അല്ലേ? തിരക്ക് ഭയങ്കര. റോഡിൽ മൊത്തം വണ്ടികളാണ്. പല പുതിയ പുതിയ മഹേന്ദ്രയുടെ കുറെ വണ്ടികൾ, ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. ഇനി ഏകദേശം കാണിച്ച് നമുക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ കൂടി ഉണ്ട്. 40 മിനിറ്റാണ് മാപ്പിൽ കാണിക്കുന്നത്. ഒരു ട്രെയിൻ കണ്ടില്ലേ, അതിലേക്ക് ട്രെയിൻ നിർത്തിയിട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നത് മെമു ആണെന്ന് തോന്നുന്നു അല്ലേ? ലോക്കൽ ട്രെയിനോ? അത് റെയിൽവേ ഇവിടെ സ്റ്റേഷനുണ്ടോ? ഇല്ല. അതുകൊണ്ടില്ല, റോഡ് സൈഡ് മൊത്തം പണി നടക്കാം. ചേട്ടൻ ഹാഫ് ആൻ അവർ കഴിഞ്ഞു ജേർണി. ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. വീണ്ടും ഒരു 28 മിനിറ്റും കൂടിയുണ്ട് ഐക്കിയ ഷോപ്പിംഗ് സെന്ററിൽ. ഐക്കിയയിലെത്തി. എൻട്രൻസിൽ കയറി നമുക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. എന്തൊക്കെയാണെന്ന് കുറേ കൊച്ചുകുട്ടികളുടെ സാധനങ്ങളൊക്കെയാണ്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇതിപ്പം ഇങ്ങനത്തെ ചെയറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം. 149 റുപ്പീസ്. അങ്ങനെ ഒരു കുറേ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി ലിഫ്റ്റിൻ്റെ മേളിൽ കൂടെ കയറുകയാണ്. ലിഫ്റ്റല്ല, എസ്കലേറ്റർ. നമ്മുടെ എസ്കലേറ്ററിൽ കയറി
നിങ്ങൾ കണ്ടില്ലേ കുറേ കാൽപ്പാടുകൾ കാണുന്നില്ലേ? നേരെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കിഡ്സ് സോൺ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, നിങ്ങളുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. ഇവിടെ കിഡ്സ് പ്ലേ ചെയ്യുന്ന സ്ഥലമാണ്. ഇതിനകത്ത് പിള്ളേർക്കൊക്കെ കളിക്കാനുള്ളൊരു സ്പേസ് അവർ ഇറക്കിയിട്ടുണ്ട്. അതാണിത്. അത്യാവശ്യം നല്ല ഒരു ലൊക്കേഷനാണ്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ വന്ന് അവർക്ക് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. വാവ്. ഓ, ഇത് ഐക്യ ഫോർ ബിസിനസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ കുറേ ഇതെന്ത് സാധനം അത്? ഫുഡ് ബിസിനസ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഐറ്റംസ് ഒക്കെ ഇട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓ, ഫുഡ് ബിസിനസ്. ഇത് എന്തിനു ഉപയോഗിക്കുന്നതാ? ബേസിക്കലി സ്മോൾ സൈസ് ഗ്രെയിൻസ് ഒക്കെ ഇട്ട് വെച്ചിട്ട് അതൊക്കെ പാത്രത്തിൽ നിന്ന് എടുക്കാൻ എളുപ്പമാണ്. ഓ, ഐ സി. ഇത് കൊള്ളാമല്ലേ സാധനം? വാവ്. ഇതെന്താണ്? ഇത് അടപ്പ് പ്ലേറ്റ് ആണോ? ഇതിന് എത്ര രൂപയാ? ഇതിൻ്റെ റേറ്റ് ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഓ, ഉണ്ട്. ഇതാ 290 റുപ്പീസാണ് ഈ ഒരു സംഭവത്തിന്. ഇത് മുള വെച്ചുണ്ടാക്കിയാണെന്ന് തോന്നുന്നു. ബാംബു. ഐക്യയുടെ ലേബലൊക്കെ ഉണ്ട് ഇതിൽ. വൈൻ ഗ്ലാസ്സിന് നിങ്ങൾക്കൊരു സെറ്റായിട്ട് കിട്ടും. അതിന് 1490 രൂപ. അത്യാവശ്യം ചീപ്പാണെന്ന് തോന്നുന്നു. നല്ല വൈൻ ഗ്ലാസ്സാണ്. ഇതിന് 499. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ടേബിൾ, ലൈറ്റ്സ്, കിച്ചൺ ഐറ്റംസ് ആണ്. ഇത് പില്ലോ കവറാണ്. സെഷൻസ് 199. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ലിവിങ് റൂമിൽ ഉള്ള സാധനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്പേസിൽ വന്നാൽ കിട്ടും. ലിവിങ് റൂം ഏരിയ. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. സോഫ, ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കിച്ചൺ സെറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ചപ്പാത്തി ഉണ്ടാകും. ഇതൊരു വാഷ്റൂം സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. ഇതൊരു വാഷ് ബേസിൻ, then